ശ്രീ രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം ശരിയാണ്. ഈ കേട്ടുകേൾവിയുള്ള പരിപാടി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തുടനീളം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന രീതിയിലേക്ക് കാട്ടാന ആക്രമണം മാറിയിരിക്കുകയാണ്. കാട്ടാന മാത്രമല്ല, കാടിറങ്ങുന്ന ഭീതിയുടെ തോത് കൂടുകയാണ്. അപ്പോഴും അതിനെ രാഷ്ട്രീയമായി കണ്ട് മാത്രം നടപടികളിലേക്ക് പോവുകയാണ് ഭരണപക്ഷവും വനം വകുപ്പും. ഇത് ഭൂഷണമാണോ ശ്രീ രമേശ് ചെന്നിത്തല? അല്ല, ഭൂഷണമാണോ എന്നുള്ള ചോദ്യം അല്ലല്ലോ. ഇവിടെ കാട്ടാന വന്യമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യരെ കടിച്ചതിന് യാതൊരു ഇൻസെൻസിറ്റിവിറ്റി ഇല്ല. ഇവിടെ ആരും പ്രകടിപ്പിക്കുന്നില്ല. സെൻസിറ്റിവിറ്റി പ്രകടിപ്പിക്കാതെ ഇൻസെൻസിറ്റീവായിട്ടാണ് ഗവൺമെന്റിന്റെ പെരുമാറ്റം. വളരെ മോശമായ തരത്തിലാണ്. ഇവിടെ ഇന്ന് ഞങ്ങൾ വിളിക്കുന്ന കോതമംഗലത്താണ്. കോതമംഗലത്തിന് തൊട്ടടുത്ത് അടിമാലി പഞ്ചായത്തിൽ കാഞ്ഞിരവേൽ എന്ന സ്ഥലത്ത് ഇന്ദിര എന്ന് പറയുന്നൊരു 72 വയസ്സുള്ള സ്ത്രീയാണ് ഈ ആന വന്ന് ചവിട്ടിക്കൊന്നത്. അവിടെ ഞാനിപ്പോ ഇവിടുത്തെ സമരം 2 MLA മാത്യു കൊല്ലനാടനും എൽദോസ് കുട്ടപ്പള്ളിയും ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. ഞാൻ ആ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തിട്ട് MD ഡീൻ കുര്യാക്കോസുമായിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് അവർ പറയുന്നത് അവിടെ വേലിയില്ല, അവിടെ ഇരുമ്പ് വേലിയില്ല, എല്ലാം പഴയതാണ്, ഒന്നും പ്രവർത്തിക്കുന്നില്ല, കാടില്ല. ഇവര് കുറെ ദിവസങ്ങളായിട്ട് ഈ ആന എവിടെ കയറി ഇറങ്ങി നടക്കുകയാണ്. അതിനെപ്പറ്റി പോലീസിനോട് ചോദിക്കാം, പോലീസിന് വനംവകുപ്പിന് ചോദിച്ചാൽ വനംവകുപ്പിന് വണ്ടിയില്ല, ആരും വന്നില്ല. ഇന്ന് ഈ സ്ത്രീയെ ചവിട്ടിക്കൊന്നു. അതിൽ പ്രതിഷേധിച്ച ആളുകളെ ഇന്ന് പോലീസ് കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എവിടാണെന്ന് അറിയില്ല. ഇവിടെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടില്ല, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഞാൻ അതിൽ പ്രതിഷേധിച്ച് അവരോടൊപ്പം ഞാൻ ഈ സ്പോട്ടിൽ ഇരിക്കുകയാണ്. ഈ പന്തലിൽ കയറി ഞങ്ങളുടെ പ്രവർത്തകരെ പോലീസ് നരനായിട്ടാണ് നടത്തിയത്. ഭീകരമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇതാണോ പോലീസ് ചെയ്യേണ്ടത്? ഇവിടെ കാട്ടാന ശല്യത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളോട് പോലീസുകാരോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഫലം? അതുകൊണ്ട് ഈ നരനായട്ട് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി ഉണ്ടാകണം. മുഹമ്മദ് ഷിയാസിനെ അടിയന്തരമായി വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കണം. ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിന് തക്കതായ രീതിയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. എന്റെ പോലീസിന് മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുക. ശ്രീ രമേശ് ചെന്നിത്തല, അതും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വയനാട് നമ്മൾ കണ്ടതാണ്. പൊറുതിമുട്ടി ജനം തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും കണ്ടത് പോലീസ് ജനങ്ങളെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ്. ഇവിടെയും സമാനം തന്നെയാണ്. കോതമംഗലത്തും വയനാടും ദൂരം വലിയ വ്യത്യാസമൊന്നുമല്ല. അത് ഭീകരമായിട്ടാണ് ഇവിടെ പ്രവർത്തകരെ മർദ്ദിച്ചത്. ഒരു കാരണവശാലും ഇത് ജനങ്ങൾ കാട്ടാന് വന്ന ആളുകളെ തന്നെ ചവിട്ടിക്കൊല്ലുമ്പോൾ പ്രതിഷേധിച്ച ആളുകളെ പോലീസ് കൂടെ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാലുള്ള സ്ഥിതി ഉണ്ടാവും. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള സ്ഥിതിയാണ് ഇപ്പൊ ഇവിടെ. ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്, പക്ഷെ എനിക്കിപ്പോ ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ ഇനിയും അവർ മർദ്ദിച്ചേനെ. അതുകൊണ്ടാണ് ഞാൻ പന്തലിൽ MPയോടൊപ്പം ഇടുക്കി DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടൊപ്പം എനിക്ക് ഇവിടെ ഇരിക്കേണ്ടി വന്നു.